നമസ്കാരം, ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മീൻകറിയാണ്. മീൻകറി പല രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇന്നത്തെ മീൻകറി എന്ന് പറയുന്നത് വളരെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു മീൻകറിയാണ്. ഇതിലും എളുപ്പത്തിൽ മീൻകറി തയ്യാറാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ, അത്രയ്ക്ക് ഈസിയാണ്. ബാച്ചിലേഴ്സിന് പോലും ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ പച്ചമാങ്ങയുടെ സീസണല്ലേ, അതുകൊണ്ട് തന്നെ പച്ചമാങ്ങ ചേർത്തിട്ടാണ് ഈ ഒരു മീൻകറി തയ്യാറാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. എങ്ങനെ തയ്യാറാക്കാൻ കണ്ടു നോക്കാം. അതിനായി 1/2 കിലോ മത്തി എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വലിയ മത്തി 2 ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് മെയിനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഈ ഒരു മീൻകറി തയ്യാറാക്കുന്നത് പച്ചമാങ്ങ ചേർത്തിട്ടാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പുളിയുള്ള പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. സ്കിന്നോട് കൂടി തന്നെയാണ് എടുത്തേക്കുന്നത്. അടുത്തതായിട്ട് ടൊമാറ്റോ ആണ് വേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ വാളൻപുളി ചേർക്കില്ല. പുളി കൊടുക്കുന്നത് പച്ചമാങ്ങയും ടൊമാറ്റോയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു 4 ചെറിയ ഉള്ളി, എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക്, ഞാനിവിടെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കരിവേപ്പില. ഇത്രയാണ് മെയിനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ. മീൻകറി മൺചട്ടിയിൽ തയ്യാറാക്കുമ്പോൾ കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അതിന് വേണ്ടിയിട്ടൊരു മൺചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ കറി അടിക്ക് പിടിക്കത്തില്ല. ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചേർത്തെടുക്കാം. ആദ്യം തന്നെ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതുപോലെ തന്നെ പച്ചമാങ്ങ. ഇതിപ്പോൾ ഞാൻ ഒരു മാങ്ങ മുഴുവനോടെ എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ്. എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക്, ടൊമാറ്റോയും കൂടെ ചേർത്തെടുക്കാം. ടൊമാറ്റോ കട്ട് ചെയ്യുമ്പോൾ ഒത്തിരി ചെറുതാക്കാതെ കുറച്ച് വലുതായിട്ട് തന്നെ കട്ട് ചെയ്യണേ. ഉള്ളി നമുക്ക് മാറ്റി വയ്ക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തെടുക്കാം. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതായത് പച്ചമാങ്ങയിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. ശരിക്കും കൈ ഉപയോഗിച്ചിട്ടാണ് മിക്സ് ആക്കേണ്ടത്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ആക്കുന്നത്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മത്തിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇങ്ങനെ ചെയ്യണം നിർബന്ധമില്ല, ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. മീനിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും പുളിയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു മീൻകറിയിൽ വാളൻപുളിയോ കുടംപുളിയോ ഒന്നും ചേർക്കില്ല. പുളി കൊടുക്കുന്നത് വെച്ചാൽ ആ ഒരു പച്ച മാങ്ങയുടെയും ഒരു പുളിയാട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ മിക്സാക്കി കുറച്ച് നേരം വെച്ചേക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കുക. ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. കരിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം 10 മിനിറ്റ് ലിഡ് അടച്ചിട്ട് വേവിച്ചെടുക്കുക. ലിഡ് അടയ്ക്കുമ്പോൾ ഇതുപോലെയാണ് അടയ്ക്കേണ്ടത്. മീൻ വേകുന്ന സമയത്ത് തന്നെ ഇതിനാവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയിൽ ഒരു വലിയ ജാറിലോട്ട് 250 ml കപ്പിൽ 1 കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട്. തേങ്ങ അരച്ച മീൻകറിക്ക് തേങ്ങ കുറച്ചധികം ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. കൂടെ തന്നെ 2 ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, കരിവേപ്പില. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കുക. ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ നമുക്ക് എത്രയാണോ ഗ്രേവിക്ക് ആവശ്യമുള്ളത് അതനുസരിച്ച് വെള്ളം ചേർക്കുക. ഇങ്ങനെയാണ് അരച്ചെടുക്കേണ്ടത്. സമയം കൊണ്ട് തന്നെ മീനൊരു പകുതി വേവ് ആയിട്ടുണ്ട്. ലിഡ് ഓപ്പൺ ആക്കി നോക്കാം. ഇപ്പോൾ തന്നെ ആ ഒരു പച്ചമാങ്ങയുടെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനിയും സ്പൂണിട്ട് ഇളക്കരുത്, ഇതുപോലെ ഒന്നിങ്ങനെ ചുറ്റിച്ചെടുക്കുകയേ ചെയ്യാവൂ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മിക്സി കഴുകി കുറച്ചും കൂടി വെള്ളം ചേർക്കുന്നുണ്ട്. തേങ്ങ അരച്ച മീൻകറി ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടും. അപ്പോൾ അതനുസരിച്ച് വേണം വെള്ളം ചേർക്കാനായിട്ടുള്ളത്. സമയം ഉപ്പ് നോക്കണ്ട. ഉപ്പ് നോക്കിയാൽ കറക്റ്റ് അറിയാൻ പറ്റില്ല. ഇനി ഒരു 10 മിനിറ്റും കൂടി അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏതാണ്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മീൻകറി ഏതാണ്ട് ആയിട്ടുണ്ട് കേട്ടോ. എന്ത് എളുപ്പമല്ലേ മീൻകറി തയ്യാറാക്കാനായിട്ട്. മീനൊന്ന് വെന്ത് കഴിഞ്ഞാൽ സ്പൂണിട്ട് ഇളക്കരുത്, ഉടഞ്ഞു പോകും. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കേ ചെയ്യാവുള്ളൂ. ഈ സമയം ഉപ്പും പുളിയൊക്കെ നോക്കുക. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. പുളി കറക്റ്റായിട്ടോ. പുളി ഇനിയും കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് വാളൻപുളിയോ അല്ലെങ്കിൽ ഒരു പീസ് കുടംപുളി ഇട്ട് കൊടുക്കുക. മീൻകറിക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തതാണ് കരിവേപ്പില. കരിവേപ്പിലയും കൂടി ചേർത്തെടുക്കുക. ഒരു 2-3 മിനിറ്റും കൂടി അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ശരിക്കും പച്ചമാങ്ങ ഇട്ട് വെക്കുന്ന മീൻകറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇപ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്, എങ്കിലും കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് കൂട്ടാനായിട്ട് താളിച്ചും കൂടി ചേർക്കാം.
അതിനായി പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം 2-3 ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. കൂടെ തന്നെ കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഉലുവയും കൂടെ ചേർക്കണം. ഞാനിപ്പോൾ ഉലുവപ്പൊടിയാണ് ചേർക്കുന്നത്. അതല്ല പച്ച ഉലുവയാണ് ചേർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ എണ്ണയിൽ ഉലുവ ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ അത് ഏതാണ്ട് ഉള്ളി ഒക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, ഫ്ലെയിം ഒന്ന് ഓഫാക്കിയതിന് ശേഷം ഒരു നുള്ള് കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഈ താളിച്ചത് ചൂടോടെ തന്നെ കറിയിലോട്ട് ഒഴിച്ചെടുക്കുക. ഇനി ലിഡ് അടയ്ക്കാം. ഇനി ലിഡ് അടയ്ക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അടയ്ക്കണേ. ഇനി ഒരു 10 മുതൽ 15 മിനിറ്റ് ഇങ്ങനെയൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. മീൻകറിയുടെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ലിഡ് ഓപ്പൺ ആക്കി നോക്കാം. അടിപൊളി ടേസ്റ്റ് ആട്ടോ. കാണുമ്പോൾ തന്നെ കുറച്ചെടുത്ത് കഴിക്കണം തോന്നുന്നില്ലേ? തേങ്ങ അരച്ച മീൻകറി ചെറുതായിട്ട് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടും. അതുകൊണ്ട് നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ അതനുസരിച്ചിട്ടാണ് വെള്ളം ചേർക്കാനായിട്ടുള്ളത്. ഇതിലും എളുപ്പത്തിൽ മീൻകറി ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. അത്രയ്ക്ക് ഈസിയാണ്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ചൂട് ചോറിൻ്റെ മുകളിലോട്ട് ഇതുപോലെ മീൻകറി ഒഴിക്കുക. അതിനുശേഷം മീനും പിന്നെ നമ്മൾ ചേർത്ത ഒരു പച്ചമാങ്ങ ഇടല്ലോ അതും കൂടി ചേർത്ത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുതേ. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പറ്റുന്ന പോലെ സന്തോഷമായിട്ടിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്